നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നമീബിയയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. പരമോന്നത സിവിലിയൻ പുരസ്കാരം നൽകി മോദിക്ക് ആദരം. നമീബിയയുമായി നിരവധി ധാരണകൾ ഒപ്പുവെച്ച് ഭാരതം. സംസ്ഥാനത്തെ ജനങ്ങളെ വലിച്ച് പൊതുപണിമുടക്ക്. കേരളമൊഴികെ ഒരിടത്തും അഖിലേന്ത്യാ പണിമുടക്ക് ചലനമുണ്ടാക്കിയില്ല. കേരളത്തിൽ അങ്ങിങ്ങ അക്രമം. പത്തനംതിട്ട ഓമല്ലൂരിൽ BJP പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പണിയെടുത്ത ജനം. ഡൽഹിയിൽ സാധാരണ നിലയിൽ. കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷൻ സമാധാൻ പേടിയിൽ ആയുധം വെച്ച് കീഴടങ്ങി 17 മാവോയിസ്റ്റുകൾ. കീഴടങ്ങിയവരിൽ 9 പേർ കൊടും ഭീകരർ. പുൽവാമ ഭീകരാക്രമണത്തിൽ സ്ഫോടക വസ്തുക്കൾ വാങ്ങിയത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയെന്ന് കണ്ടെത്തൽ. രാജസ്ഥാനിൽ വിമാനം തകർന്ന് വീണ 2 മരണം. തകർന്നത് ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം. അപകടം ചുരു ജില്ലയിലെ ബനൂഡ ഗ്രാമത്തിൽ. എയർഫോഴ്സ് സംഘം സംഭവ സ്ഥലത്ത്. ഭക്തരെ വീണ്ടും വെല്ലുവിളിച്ച് തിരുപ്പതി ദേവസ്വം. ദേവസ്ഥാനം നിയന്ത്രിക്കുന്നവരിൽ ക്രിസ്തുമത വിശ്വാസിയും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജശേഖർ ബാബു മതപ്രചാരകനും. ജന്മനാട്ടിൽ പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വാർത്തയ്ക്ക് പിന്നാലെ സസ്പെൻഷൻ. വിശദമായ വാർത്തകളിലേക്ക്. പഞ്ചരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ദിനത്തിൽ നമീബിയയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം. നമീബിയയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ ഓർഡർ ഓഫ് മോസ്റ്റ് ഏഷ്യന്റ് വെൽവിഷ്യ മിറബിലിസ് പുരസ്കാരം നൽകി പ്രധാനമന്ത്രി ആദരിച്ചു. നമീബിയൻ പ്രസിഡന്റ് നെറ്റുംബോ നാൻഡിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. നിരവധി ധാരണകളും സന്ദർശന വേളയിൽ ഇരുവരും ഒപ്പുവെച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, പ്രധാനമന്ത്രിയുടെ നിർണായകമായ സന്ദർശനമാണ് പുരോഗമിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഏറ്റവും നിർണായകമായ സന്ദർശനം, അതായത് പഞ്ചരാഷ്ട്ര സന്ദർശനത്തിൻ്റെ അവസാന ദിനത്തിലാണ് ഇപ്പോൾ നമീബിയയിലെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് വളരെ ഊഷ്മളമായ സ്വീകരണം തന്നെ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തു. നിരവധി ചർച്ചകളും അതുപോലെ തന്നെ നിരവധി ധാരണകളും ഈ സന്ദർശന വേളയിലുണ്ടായി. നമുക്കറിയാവുന്നതാണ്, എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ സന്ദർശനത്തിൽ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രിക്ക് പല രാജ്യങ്ങളും, നമുക്കറിയാവുന്നതാണ്, ഈ പഞ്ചരാഷ്ട്ര സന്ദർശന വേളയിലും പല രാജ്യങ്ങളും അവരുടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചിരുന്നു. സമാനമായ രീതിയിൽ തന്നെ നമീബിയയുടെ ഓർഡർ ഓഫ് ദ മോസ്റ്റ് ഏൻഷ്യന്റ് വെൽവിഷ്യ മിറബിലിസ് അവാർഡാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ നെറ്റുംബോ നാൻഡി, നമീബിയയുടെ പ്രസിഡന്റ് നെറ്റുംബോ നാൻഡി ഈ അവാർഡ് സമ്മാനിക്കുകയും ചെയ്തു. ആ സമ്മാനിച്ച ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ ചർച്ചകളും അതുപോലെ തന്നെ മറ്റു ചടങ്ങുകളും അവിടെ നടക്കുകയുമുണ്ടായി. ഊഷ്മളമായൊരു സ്വീകരണം ഭാരതീയ വംശജരുടെ ഭാഗത്തു നിന്ന്, അവിടെയുള്ള ഭാരതത്തിലെ തന്നെ നിരവധി പൗരന്മാരുണ്ട്, അവരൊക്കെ അവിടെ എത്തിയിരുന്നു എന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിലെ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനമായിരുന്നത് വീരചരമമടഞ്ഞ, അതായത് നമീബിയയിലെ വീരചരമമടഞ്ഞ സൈനികരുടെ സ്മൃതിമണ്ഡപമായ ഹീറോ സൈക്കിളിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ചർച്ചകളും അതുപോലെ തന്നെ മറ്റു നടപടികളിലേക്കുമെല്ലാം തന്നെ നീങ്ങിയത്. ഈ സ്റ്റേറ്റ് ഹൗസിൽ നടന്ന ചർച്ചകളിൽ ഭാരതവുമായി മികച്ച ഒരു ബന്ധം നിലനിർത്തുകയും അതുപോലെ തന്നെ ഭാരതവുമായി മികച്ചതും വിശ്വസ്തവുമായ ഒരു ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു നമീബിയ എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമീബിയയിൽ വീണ്ടും അടുത്ത ഘട്ടം കൂടിക്കാഴ്ചകൾ, അതായത് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള കൂടിക്കാഴ്ചകളും അതുപോലെ തന്നെ ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ധാരണകളും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും റീഡ് ഔട്ടുകളും വൈകാതെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമീബിയയിലെ സന്ദർശനത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഭാരതത്തിലേക്ക് തിരിക്കുക.
ഐസൻ സൂചിപ്പിച്ചതുപോലെ നിർണായകമായ ഒരു സന്ദർശനം. ഒരുപക്ഷെ ഈ ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ നിർണായകമായ പല വിവരങ്ങളും ചർച്ചയായി അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഭാരതവും നമീബിയയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിൻ്റെ ഭാഗം കൂടിയാവുകയല്ലേ ഈ ഒരു സന്ദർശനം. ഒപ്പം എടുത്തു പറയേണ്ടത് ഭാരതത്തിലെ ചില പദ്ധതികൾ നമീബിയയുമായി ചേർന്നുകൊണ്ട് നടത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് സംബന്ധിച്ചും ചില ധാരണകൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായും പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലും പ്രത്യേകിച്ചും സാംസ്കാരിക രംഗങ്ങളിൽ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള ധാരണകൾ തന്നെയാണ് പ്രധാനമായും ഒപ്പുവയ്ക്കുകയും അതിനുള്ള നടപടികളെല്ലാം തന്നെ നീങ്ങുകയും ചെയ്തത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്തരത്തിൽ തുടർ ചർച്ചകൾ, സാമ്പത്തിക നടപടികൾ അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം ശാക്തീകരിക്കുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ കാര്യക്ഷമമായി പുരോഗമിക്കുന്ന അല്ലെങ്കിൽ കാര്യക്ഷമമായി നടപ്പാക്കുകയും കുറേ ദീർഘകാലത്തേക്ക് നിലനിൽക്കുകയും ചെയ്യുന്ന ശക്തമായ സംവിധാനങ്ങളാക്കി മാറ്റുക എന്ന കൃത്യമായ ലക്ഷ്യം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ളത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തുടർ ചർച്ചകൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി നേതാക്കൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിലുള്ള ധാരണകൾ ഒപ്പുവയ്ക്കുകയും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാരത വംശജരായ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയും അവരുടെ സ്വീകരണ ചടങ്ങുകളുമാണ്. നമുക്കറിയാവുന്നതാണ് ഈ പ്രധാനമന്ത്രി എത്തുന്ന എല്ലായിടങ്ങളിലും ഭാരതീയരായ ഭാരത സമൂഹത്തോട് അദ്ദേഹം സംവദിക്കാറുണ്ട്. അത്തരത്തിലുള്ള സംവാദം നമീബിയയിൽ നടന്നിരിക്കുന്നു. നമീബിയയിൽ അദ്ദേഹം നിരവധി പേരെ കാണുകയും അവരുമായി സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ഈ 5 രാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോഴും അത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഭാരത സമൂഹവുമായുള്ള ചർച്ചകൾ അദ്ദേഹം നടത്തിയിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനും സാധിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള ചർച്ചകൾ, അതായത് ഇത്തരത്തിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശാക്തീകരിക്കുന്നതും ഗ്ലോബൽ സൗത്തിനെ ശാക്തീകരിക്കുക, ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് ഒന്നിച്ചു നിൽക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ കാര്യമായി നടത്തുക എന്ന തരത്തിലുള്ള ധാരണകളും അതുപോലെ തന്നെ അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവയ്ക്കുകയും നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ശരി, ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്ക് കേരളമൊഴികെ രാജ്യത്ത് എല്ലായിടത്തും പരാജയം. രാജ്യതലസ്ഥാനത്തടക്കം സർക്കാർ ഓഫീസുകൾ തുറന്ന് പ്രവർത്തിച്ചു. ജനജീവിതം സാധാരണഗതിയിലായിരുന്നു. കടകമ്പോളങ്ങൾ തുറന്നു. കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലടക്കം പൊതുഗതാഗതവും സാധാരണ നിലയിലായിരുന്നു. 10 പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ചേർന്ന് അഖിലേന്ത്യാ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും കേരളം ഒഴികെ എവിടെയും പണിമുടക്ക് ബാധിച്ചില്ല. രാജ്യതലസ്ഥാനത്തെ മുഴുവൻ മന്ത്രാലയങ്ങളും തുറന്ന് പ്രവർത്തിച്ചു. സ്കൂളുകൾ, സംസ്ഥാന സർക്കാർ ഓഫീസുകൾ തുടങ്ങി പൊതുജനങ്ങൾക്ക് സേവനം നൽകേണ്ട സ്ഥാപനങ്ങളെല്ലാം സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിച്ചു. റോഡ്, റെയിൽ ഗതാഗതത്തെ ഒരു തരത്തിലും പണിമുടക്ക് ബാധിച്ചില്ല. പണിമുടക്കാണെന്ന കാര്യം പോലും രാജ്യതലസ്ഥാനത്തെ സാധാരണക്കാർ അറിഞ്ഞില്ല. ബംഗളൂരു നഗരം സാധാരണ നിലയിലായിരുന്നു. IT സ്ഥാപനങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിച്ചു. വാഹന ഗതാഗതവും സാധാരണ നിലയിൽ. കൊൽക്കത്ത നഗരത്തിൽ ചില ട്രേഡ് യൂണിയനുകൾ ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചതൊഴിച്ചാൽ പണിമുടക്ക് പശ്ചിമബംഗാൾ ജനതയെ ബാധിച്ചില്ല. മഹാരാഷ്ട്രയിലെ മുംബൈയിലും ട്രേഡ് യൂണിയനുകൾ പ്രകടനം നടത്തി. ഹൈദരാബാദിലും ചെന്നൈയിലും ധർണകളും പ്രകടനങ്ങളും ഒഴികെ പണിമുടക്ക് ജനങ്ങളെ ബാധിച്ചില്ല. ജനം, ഡൽഹി. പ്രഖ്യാപിച്ച പണിമുടക്കിനോട് പുറം തിരിഞ്ഞ് തമിഴ്നാട്ടിലെ ജനങ്ങൾ. ചെന്നൈയിലും കോയമ്പത്തൂരിലും ഉൾപ്പെടെ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയായിരുന്നു. കടകമ്പോളങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിച്ചു. വാഹനങ്ങളും നിരത്തിലിറങ്ങി. കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാവുകയും നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ നമ്മുടെ തൊട്ടയൽപ്പക്കമായ തമിഴ്നാട്ടിൽ ജനജീവിതം സാധാരണ നിലയിൽ തന്നെയായിരുന്നു. അല്പമെങ്കിലും CPMന്റെ സാന്നിധ്യമുള്ള കോയമ്പത്തൂരിൽ ഉൾപ്പെടെ വൻ ഗതാഗത കുരുക്കും കടകമ്പോളങ്ങളിൽ സാധാരണ പോലെ തന്നെ തിരക്കും അനുഭവപ്പെട്ടു. സ്ട്രൈക്കാണ്, പക്ഷേ എല്ലാ ബസ്സുകളും ഗവൺമെൻറ് ബസ്സുകളുടെ കടകളായിട്ട് ഗവൺമെൻറ് കളക്ടർ ഓഫീസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ജനങ്ങളും അങ്ങനെ സപ്പോർട്ടൊന്നും ചെയ്യില്ല. അവർ ഇത് കണ്ടില്ലേ, ഞങ്ങൾ കാണാനില്ലേ, கம்ப்ளீட் எல்லாரும் വരുന്നുണ്ട്. பஸ்ஸெல்லாம் ஓட்டுங்க அப்படின்னு சொன்னங்காட்டி தான் வரோம், இல்லையே நம்மளுக்கு வரணுங்கிறது இல்லையே. மக்கள் யாருமே சப்போர்ட் பண்ணுற மாதிரி தெரியலையே. அது எல்லாருமே எல்லாம் அவங்க வேலை பார்த்து தானே இருக்காங்க. முன்னாடி யாருக்குமே பெருசாக தெரியல. எல்லா வண்டியும் ஓடும், CTC எல்லா வண்டியும் ஓடும், மக்களும் நல்லா இருக்காங்க. ഉക്കടം ബസ് സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ് സർവീസ് നടത്തിയില്ല എന്നതൊഴിച്ചാൽ തമിഴ്നാട് സർക്കാർ ബസ്സുകളും സ്വകാര്യ ബസ്സുകളുമെല്ലാം നിരത്തിലിറങ്ങി. ഓട്ടോ ടാക്സികളും സർവീസ് നടത്തി. DMKയുടെ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ പിന്തുണ നൽകിയിട്ടും തമിഴ് മക്കൾ പണിമുടക്ക് ഏറ്റെടുത്തില്ല. പലർക്കും പണിമുടക്ക് ഉണ്ടോ എന്ന് തന്നെ അറിയില്ലായിരുന്നു. எல்லாமே நார்மலாக ஓடிட்டு இருக்குது. இங்கே தமிழ்நாடு பொறுத்து ஒன்றும் கிடையாது, போயிட்டுருக்கு, நார்மலாக போயிட்டுருக்கு. எதுக்கு ஓப்பன் பண்ணாங்கன்னு தெரியல, ஆனால் முழு அடைப்புன்னு தான் சொல்லியிருக்கிறாங்க. ஆனால் ஓப்பன் ஆகிருக்குது. சப்போர்ட் பண்ண மாட்டேங்கிறாங்க. இங்கே இருக்கிற மக்கள் சப்போர்ட் பண்ண மாட்டாங்க. கடை திறக்கட்டும்னு தான் சப்போர்ட் பண்ணுவாங்க.
இங்கே முழு அடைப்பு எதுவுமே செட் ஆகலை, எல்லாமே நார்மலாக தான் போயிட்டுருக்காங்க, வந்துட்டுருக்காங்க. சொன்னாங்க முழு அடைப்புன்னு, ஆனால் எந்த எஃபெக்டும் இல்லை, எல்லாமே நார்மலாக தான் போயிட்டுருக்கு, யாருக்கும் எந்த தொந்தரவும் இல்லை. இங்கே வந்து கம்யூனிஸ்டே கிடையாது. கம்யூனிஸ்ட் இருந்தால் தானே ஸ்ட்ரைக் பண்ணுறது, இது பண்ணுறது. இயல்பு வாழ்க்கை எதுவுமே பாதிக்கலை. பஸ் ஓடிட்டுருக்கு, பேங்க் நடந்துகிட்ருக்கு, ஆட்டோ ஓடிட்டுருக்கு. இங்கே கோயம்புத்தூர் பொறுத்தவரைக்கும் எந்த இயல்பு வாழ்க்கை இதில் நல்லபடியாக പോയിട്ടിருக்கு. കോയമ്പത്തൂരിന് പുറമെ ചെന്നൈ, മധുരൈ, തൃച്ചി തുടങ്ങി തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിലും സമാന സാഹചര്യം തന്നെയായിരുന്നു. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, കോയമ്പത്തൂർ. പുൽവാമ ഭീകരാക്രമണത്തിലും 2022 ഗോരഖ്നാഥ് ക്ഷേത്രാക്രമണത്തിലും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയാണെന്ന് കണ്ടെത്തൽ. ആഗോള ഭീകര ധനസഹായ നിരീക്ഷണ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റേതാണ് ഈ കണ്ടെത്തൽ. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ഓൺലൈൻ പേയ്മെൻറ്റ് സേവനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി മാറുന്നുവെന്നാണ് FATF-ന്റെ കണ്ടെത്തൽ. 2019 പുൽവാമ ആക്രമണം, 2022 ഗോരഖ്നാഥ് ക്ഷേത്രാക്രമണം തുടങ്ങി ഭാരതത്തിൽ നടന്ന കേസുകൾ ചൂണ്ടിക്കാട്ടിയാണ് തീവ്രവാദ സംഘടനകൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളും ഓൺലൈൻ പേയ്മെന്റ് സേവനങ്ങളും ദുരുപയോഗം ചെയ്യുന്നതായി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ആശങ്ക പ്രകടിപ്പിക്കുന്നത്. 2019 പുൽവാമ ഭീകരാക്രമണത്തിൽ IED സ്ഫോടനത്തിന് ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന അലൂമിനിയം പൊടി ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം വഴിയാണ് വാങ്ങിയത്. 2022 ഏപ്രിലിൽ ഗോരഖ്നാഥ് ക്ഷേത്രം ആക്രമിക്കാൻ ശ്രമിച്ച പ്രതി ഏകദേശം 6.7 ലക്ഷം രൂപ വിദേശത്തേക്ക് കൈമാറിയത് പേപാൽ ആപ്പ് ഉപയോഗിച്ചാണെന്ന് ലോകമെമ്പാടുമുള്ള കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദ ധനസഹായവും നിരീക്ഷിക്കുന്ന അന്തർ സർക്കാർ സ്ഥാപനമായ FATF അവരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഡിജിറ്റൽ സാമ്പത്തിക സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ചൂഷണം ചെയ്യുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി സംഭാവനകൾ സ്വീകരിക്കുന്നതാണ് തീവ്രവാദ ഗ്രൂപ്പുകളുടെ പുതിയ രീതിയെന്ന ആശങ്കയും റിപ്പോർട്ടിൽ പ്രകടമാണ്. ചില രാഷ്ട്രങ്ങൾ തീവ്രവാദ സംഘടനകളെ നേരിട്ടോ അല്ലാതെയോ പിന്തുണയ്ക്കുന്നത് തുടരുകയാണെന്നും FATF മുന്നറിയിപ്പ് നൽകി. പ്രത്യേക രാജ്യങ്ങളുടെ പേര് റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിലും ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത സ്ഥിരീകരിക്കുന്നതാണ് FATF റിപ്പോർട്ട്. ജനം, ഡൽഹി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ സമാധാൻ പേടിയിൽ ആയുധം വെച്ച് കീഴടങ്ങി 12 മാവോയിസ്റ്റുകൾ. 9 പേർക്ക് തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. 28.5 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിലാണ് ഇവർ കീഴടങ്ങിയത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ തഹൌർ ഹുസൈൻ റാണയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഓഗസ്റ്റ് 13 വരെ നീട്ടി. നേരത്തെ അനുവദിച്ചിരുന്ന ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസി വീഡിയോ കോൺഫറൻസിലൂടെയാണ് റാണയെ ഹാജരാക്കിയത്. പ്രത്യേക ജഡ്ജി ചന്ദർജിത് സിംഗ് ആണ് കസ്റ്റഡി നീട്ടി ഉത്തരവാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട NIA അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു. ഓഗസ്റ്റ് 13 കോടതി കുറ്റപത്രം പരിഗണിക്കും. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച് അപ്പീൽ കോടതിയുടെ ഉത്തരവ്. മെയ് 26-നാണ് 20 വർഷത്തെ തടവിന് വിധിച്ചുള്ള കീഴ്ക്കോടതി വിധിയുണ്ടായത്. 19 വർഷം പിന്നിട്ട പ്രതിക്ക് മോചനം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ കേസിൽ കീഴ്ക്കോടതി വിധി ശരിവെച്ച് അപ്പീൽ കോടതിയുടെ ഉത്തരവ്. മെയ് 26-നാണ് 20 വർഷത്തെ തടവിന് വിധിച്ചുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവുണ്ടായത്. വിധിക്ക് ശേഷം പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ 11 മണിക്ക് അപ്പീൽ കോടതിയിൽ സിറ്റിംഗ് ഉണ്ടായത്. 19 വർഷം പിന്നിട്ട് പ്രതിക്ക് മോചനം അനുവദിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല. എന്നാൽ ആവശ്യമെങ്കിൽ പ്രതിഭാഗത്തിന് മേൽക്കോടതിയിൽ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. റഹീമിന്റെ അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധി സവാദ് യൂസഫും റഹീം കുടുംബ പ്രതിനിധി സിദ്ദിഖ് തുവൂരും ഓൺലൈൻ കോടതിയിൽ ഹാജരായിരുന്നു. കീഴ്ക്കോടതി വിധി ശരിവെച്ച് അപ്പീൽ കോടതിയുടെ വിധി ആശ്വാസമാണെന്ന് വിധിക്ക് ശേഷം റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചു. കനകലാൽ, ജനം, സൗദി അറേബ്യ. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനിൽ തൃപ്തനല്ല. യുദ്ധം റഷ്യ നിർത്താത്ത സാഹചര്യത്തിൽ നിരാശനാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. റഷ്യയ്ക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനിൽ തൃപ്തനല്ലെന്നും യുദ്ധം റഷ്യ നിർത്താത്തതിൽ നിരാശനാണെന്നും ട്രംപ് പറഞ്ഞു. യുദ്ധത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുണ്ടെന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. US പ്രതികരണത്തിന് പിന്നാലെ കീവിലെ US നയതന്ത്ര പ്രതിനിധിയെ യുക്രൈൻ
വിദേശകാര്യ മന്ത്രാലയം ചർച്ചയ്ക്ക് വിളിച്ചു. 2022 യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കോടികളുടെ സഹായമാണ് അമേരിക്ക യുക്രൈൻ ഇതുവരെ നൽകിയത്. ന്യൂസ് ഡെസ്ക് ജനം. കോൺഗ്രസിൽ മുമ്പൻ തരൂർ, പിണറായിയെ തള്ളി കെ ശൈലജ. CPM കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി 2026 മുഖ്യമന്ത്രി ആരാവണമെന്നുള്ള സർവേ ഫലം. 28.3% പേർ ശശി തരൂർ മുഖ്യമന്ത്രിയാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 15.4% പേർ മാത്രമാണ് VD സതീശനെ പിന്തുണയ്ക്കുന്നത്. 17.5% മാത്രം പിന്തുണയുള്ള പിണറായി വിജയനെ പിന്തള്ളി 24.2% പോയിന്റുമായി കെ ശൈലജ മുന്നിലെത്തി. കേരള വോട്ട് വൈബ് സർവേയുടെ ഫലം ശശി തരൂർ എക്സിൽ പങ്കുവച്ചതോടെയാണ് ചർച്ചയാകുന്നത്. ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ച ഏജൻസിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. ജ്യോതി മൽഹോത്രയെ താൻ ക്ഷണിച്ചിട്ടല്ല വന്നത്. പ്രശ്നം കേരള സർക്കാർ ടൂറിസം പ്രൊമോഷന് ക്ഷണിച്ചതാണ്. കേരള സർക്കാരിന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. തൻ്റെ പേര് വലിച്ചിഴയ്ക്കുന്നത് അതുകൊണ്ടാണെന്നും V മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ ക്ഷണിച്ചു കൊണ്ടുവന്ന് അല്ല ഈ സ്ത്രീ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തത്. എൻ്റെ കൂടെയുമല്ല യാത്ര ചെയ്തത്. ആയിരക്കണക്കിന് ആൾക്കാർ ആ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചു കൊണ്ടുവന്നതിൻ്റെ 2 പ്രശ്നങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, അങ്ങനെ ഒരു ഏജൻസിയെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ, അങ്ങനെ ഒരു വ്യക്തിയെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് കേരള സർക്കാർ പാലിക്കുന്ന നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? കാരണം ടൂറിസം വകുപ്പ് മന്ത്രി പറയുന്നത് എനിക്കറിയില്ല എന്നാണ്. അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഈ ഒഴിഞ്ഞു മാറുന്നതിന് പകരം, അല്ലെങ്കിൽ ആ ഒളിച്ചോട്ടം തന്നെ ഒരു സംശയമുണ്ടാക്കുകയാണ്. കേരള ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.